പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ പഠന പരമ്പരയുടെ 48ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വായിക്കുന്ന ഭാഗങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം, 34-ാം അധ്യായങ്ങൾ, അതുപോലെ തന്നെ ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 80-ാം അധ്യായമാണ്. കർത്താവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച്, തിരുപ്രകാശത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുന്ന വളരെ മനോഹരമായ ഭാഗങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം വായിച്ച് മനസ്സിലാക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിന് പ്രധാന കഥാപാത്രം മോശയാണ്. നമുക്കറിയാം, മോശ വേദനിച്ച് കഴിയുകയാണ്. കാരണമുണ്ട്. സീനായ് മലയിൽ വെച്ച് ദൈവതമ്പുരാൻ നൽകിയ കൽപ്പനകളുടെ ഫലകങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ മറന്നുകൊണ്ട് ഇസ്രായേൽ ജനം താഴെ, മലയുടെ താഴെ സ്വർണത്തെ കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നത് കണ്ടപ്പോൾ വേദനയോടെ തൻ്റെ കയ്യിലിരുന്ന ഫലകങ്ങൾ ഇല്ലാതാക്കുന്ന, തകർത്ത് വലിച്ചെറിഞ്ഞ് വേദനയോടെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വേദനയോടെ കഴിയുന്ന മോശയെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. 33-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് മോശയുടെ അടുക്കിലേക്ക് ദൈവം വരികയാണ്. മോശ, നീ എഴുന്നേൽക്കുക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുക. ആ ദേശത്തെ കാനാന്യരെയും അമോന്യരെയും ഹിത്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും പെരിസ്യരെയും ഞാൻ ആട്ടി അകറ്റും. എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് ഞാൻ അവിടെ ജീവിക്കാൻ അവസരം നൽകും. ഒരു കാര്യമുണ്ട്, എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഞാൻ വരികയില്ല. കാരണം എൻ്റെ ജനം ദുശ്ശാഠ്യം പിടിച്ച, ദുശ്ശാഠ്യമുള്ള ഒരു ജനമാണ്. ഞാൻ അവരുടെ കൂടെ നടന്നാൽ ഞാൻ അവരെ നശിപ്പിക്കാം. ഇത്രയും സൂചിപ്പിച്ചതിന് ശേഷം ദൈവം വിടവാങ്ങുന്നു. മോശ വേദനയോടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യമുള്ള സമാഗമ കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. സമാഗമ കൂടാരം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും മോശ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടമാണ്. ദൈവത്തിൻ്റെ തിരുഹിതം അറിയാനുള്ള ഒരിടമാണ്. മോശ എപ്പോഴൊക്കെയാണോ സമാഗമ കൂടാരത്തിലേക്ക് ചെല്ലുന്നത്, അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്, ആ സമയം ഇസ്രായേൽ ജനം മുഴുവൻ തങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും ബോധ്യപ്പെട്ടപ്പോൾ മോശ പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ ഇസ്രായേൽ ജനം അവരുടെ കൂടാരത്തിൽ ഇരുന്ന് മോശയെ നോക്കി പ്രാർത്ഥിക്കും. ഈ സമയം മോശ ദൈവത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കും. മുഖത്തോടും മുഖം നോക്കി സംസാരിക്കുന്ന ഏക പ്രവാചകനായിരുന്നു മോശ. അത് തെളിയിക്കുന്നത് നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ മോശയുടെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ പ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്: ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇസ്രായേൽ ജനത്തിലില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഒരു സുഹൃത്തായിരുന്നു മോശ. നമ്മളുടെ നാട്ടുഭാഷയിൽ സംസാരിച്ചാൽ എടാപോട ബന്ധം. അത്രമാത്രം സുഹൃത്ത് ബന്ധമായിരുന്നു മോശയും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ സംസാരത്തിൻ്റെ ഇടയിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ നിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ഞാൻ നയിക്കാം. ആരാണ് എൻ്റെ കൂടെ ഉണ്ടാകുക? ആരെ ചേർത്ത് പിടിച്ചാണ് ഞാൻ അവരെ നയിക്കുക? മോശയുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായി കാണാം. ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രതലവന്മാരുണ്ടായി കാണാം, അഹ്റോൻ ഉണ്ടായി കാണാം, ജോഷി ഉണ്ടായി കാണാം. മനസ്സിലൊക്കെ സത്യമായിരിക്കാം. പക്ഷേ ദൈവം പറഞ്ഞ വാക്ക് കേട്ടാൽ നമ്മൾ പോലും ദൈവത്തോട് എത്രമാത്രം ആരാധന തോന്നുന്നു അറിയാമോ? കാരണം അവിടെ ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ കൂടെ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ഞാനുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവം തന്നെ ഇസ്രായേൽ ജനത്തെ നയിക്കുകയാണ്. ദൈവം തന്നെ കൂട്ടുകാരനായി ദൈവം തന്നെ നയിക്കുന്ന മറ്റൊരു ജനം ചരിത്രത്തിലില്ല. അതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ വ്യതിരക്തത, വ്യത്യസ്തത. അതിനുശേഷം മോശ ദൈവത്തോട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്.
പക്ഷേ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഞാൻ വെളിപ്പെടുത്താം, പക്ഷേ എൻ്റെ മുഖം നിനക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം അത്രമാത്രം ദിവ്യ ജ്യോതിസാണ്, ദിവ്യ തേജസ്സാണ്. ഈ സമയം ദൈവം മോശയ്ക്ക് വേണ്ടി തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നാടകീയമായ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ പിന്നിൽ നിന്ന് ദൈവത്തിൻ്റെ ദിവ്യ തേജസ്, മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം വലിയ പ്രകാശരൂപേണ ഇങ്ങനെ ചലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവം അതിൻ്റെ പ്രകാശത്തിൽ തന്നെയുണ്ട്. ദൈവം മോശയുടെ അടുക്കിലേക്ക് എത്തിക്കഴിയുമ്പോൾ ദൈവം തന്നെ മോശയുടെ കണ്ണുകൾ മറയ്ക്കുകയാണ്. അതിനുശേഷം ദൈവം കടന്നുപോയി കഴിയുമ്പോൾ, തൻ്റെ കരങ്ങൾ മാറ്റി കഴിയുമ്പോൾ മോശ കാണുന്നത് ദൈവത്തിൻ്റെ പിൻഭാഗമാണ്. സത്യത്തിൽ വളരെ നാടകീയമായിട്ടാണ് ദൈവത്തിൻ്റെ ദിവ്യ മഹത്വം അവിടെ വചനഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ തിരുമുഖം പോലും, പ്രകാശിക്കുന്ന തിരുമുഖം കാണാൻ പോലും മോശ അയോഗ്യനായി തീരുന്നൊരു കാഴ്ചയാണ്. എങ്കിൽ പോലും ഇത്തരത്തിൽ മോശയ്ക്ക് മുമ്പിൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം ദൈവം മോശയോട് പറയുകയാണ്, നീ സീനായ് മലയിലേക്ക് വരിക. ഞാൻ ഇസ്രായേൽ ജനത്തിന് കരുതി വെച്ചിരുന്ന ആ ഉടമ്പടി നവീകരിക്കാൻ പോവുകയാണ്. നീ ആ ഫലകങ്ങൾ കൊണ്ടുവരിക, 2 ഫലകങ്ങൾ നീ കൊണ്ടുവരിക. ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് മോശ ഫലകങ്ങൾ തയ്യാറാക്കി സീനായ് മലയിലേക്ക് പോവുകയാണ്. അവിടെ വച്ച് ദൈവം പിന്നെയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഈ സമയം ദൈവം ഉദ്ഘോഷിക്കുകയാണ്, ഞാനാണ് കാരുണ്യവനായ കർത്താവ്. ഞാൻ എന്നോട് കരുണ കാണിക്കുന്നവരോട് ഞാൻ കരുണ കാണിക്കും, എന്നാൽ തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ശിക്ഷിക്കും. അതിനുശേഷം ദൈവം ഈ പ്രകാരം മോശയോട് അരുളി ചെയ്യുന്നുണ്ട്. ദൈവം ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഏത് ജനമാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുശേഷം ഉടമ്പടി നൽകുന്നു. ഈ സമയം ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, നീ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കണം, ഇസ്രായേൽ ജനത്തോട് പറയണം. അത് ആഘോഷിക്കേണ്ടത് അബീബു മാസത്തിലാണ്. 7 ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ദിവസങ്ങളിലാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. കാരണം അന്നാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടത്, അബീബു മാസത്തിലാണ്. അതുകൊണ്ടാണ് ആ ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നീ ആഘോഷിക്കേണ്ടത്. പിന്നെയും അവരുടെ സംഭാഷണം മുന്നോട്ട് പോകുന്നു. 40 ദിനരാത്രങ്ങൾ മോശ കർത്താവിൻ്റെ കൂടെ ആയിരുന്നു. അതായത് 40 രാവും 40 പകലും. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പുതിയ നിയമത്തിലെ തമ്പുരാൻ്റെ മരുഭൂമിയിലുള്ള പരീക്ഷകളുടെ കാലം 40 ദിവസമാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, മോശയും യേശുക്രിസ്തുവും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ആർക്കിടൈപ്പൽ ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ മോശ 40 ദിനരാത്രങ്ങൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നതിന് ശേഷം മോശ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന് മോശയെ നോക്കാൻ കഴിഞ്ഞില്ല. കാരണം 40 ദിനരാത്രങ്ങൾ കർത്താവിൻ്റെ തിരുമുഖം കണ്ട മോശയ്ക്ക് ആ കർത്താവിൻ്റെ ദിവ്യ തേജസ്, അതിൻ്റെ ഒരു അംശം മോശയ്ക്ക് ലഭിക്കുകയാണ്. ആ മോശയുടെ മുഖത്ത് പോലും ആ ദിവ്യ തേജസ് ഉണ്ടായി, ദിവ്യ ജ്യോതിസ് ഉണ്ടായി. ആ പ്രകാശത്തോടു കൂടി തന്നെയാണ് മോശ തിരിച്ച് ഇസ്രായേൽ ജനത്തിനടുക്കിലേക്ക് വരുന്നത്. ആ സമയം ഇസ്രായേൽ ജനത്തിന് മോശയെപ്പോലും നോക്കാൻ പറ്റിയില്ല. കാരണം ആ മോശയുടെ മുഖത്ത് കർത്താവിൻ്റെ അതേ ദിവ്യ ജ്യോതിസ് ഉണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ മുഖം കാണുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിലേക്ക് വരാം. ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്, പഠിക്കുന്നത്. അവിടെ ആദ്യ ഭാഗം തന്നെ ആരംഭിക്കുന്നത് ദേവാലയത്തിൽ കത്തിജ്വലിക്കേണ്ട ദീപത്തെക്കുറിച്ചാണ്. ഈ ദീപം കത്തിക്കേണ്ട ഉത്തരവാദിത്വം അഹ്റോൻ്റെ കുടുംബത്തിനുമാണ്. മാത്രമല്ല, ദീപം കത്തിക്കുമ്പോൾ ദീപം കെട്ടുപോകരുത്. അതിനുവേണ്ടി ഒലീവ് മരത്തിൻ്റെ എണ്ണ, ശുദ്ധമായ എണ്ണ ഒഴിച്ചുകൊണ്ടായിരിക്കണം ഈ ദീപം കത്തിക്കേണ്ടത്.
അതിനുശേഷം കർത്താവായ ദൈവം സൂചിപ്പിക്കുന്ന കാര്യം അവിടുത്തെ തിരുസാന്നിധ്യ അപ്പത്തെക്കുറിച്ചാണ്. തിരുസാന്നിധ്യ അപ്പം ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 12 എണ്ണം ഉണ്ടാക്കണം, മാത്രമല്ല 10:2 എന്ന ക്രമത്തിലായിരിക്കണം. അതായത് ഏത് മാവ് ഉപയോഗിച്ചാലും അതിൽ 2 തരത്തിൽ അല്ലെങ്കിൽ 2 അളവോളം ഏഫ മാവ് അതിൽ ചേർത്തിരിക്കണം. അത്തരത്തിലായിരിക്കണം ഈ തിരുസാന്നിധ്യ അപ്പം ഉണ്ടാക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. അതും പുരോഹിത സമൂഹത്തിന് മാത്രമാണ്, അവരാണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദീപം, തിരുസാന്നിധ്യപ്പം ഇന്നത്തെ പരിശുദ്ധമായ കുർബാനയുടെ സൂചനയാണ്. ദേവാലയത്തിൽ കത്തിജ്വലിക്കുന്ന ദീപത്തിൻ്റെ സൂചനയാണ്. അതിനുശേഷം കർത്താവായ ദൈവം ഇസ്രായേൽ ജനത്തോട് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. നീ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച്, പകരത്തിന് പകരം എന്ന കാഴ്ചപ്പാടിനെക്കുറിച്ച്, ഒരു തെറ്റ് ചെയ്താൽ അതനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇനി നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലെ 80-ാം അധ്യായം വായിക്കാൻ പഠിക്കാം. 80-ാം അധ്യായം ആരംഭിക്കുന്ന ഈ പ്രകാരമാണ്: ഇസ്രായേലിൻ്റെ ഇടയന്മാരെ എന്ന പോലെ ജോസഫിനെ നയിക്കുന്നവനെ, അങ്ങയുടെ മുഖം പ്രകാശിക്കണമേ. അതിനുശേഷം സങ്കീർത്തകൻ ഈ പ്രകാരമാണ് വിലപിച്ചുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്: ഇസ്രായേലിൻ്റെ ഇടയനെ, എഫ്രായിമിനും മനാസയ്ക്കും ബെഞ്ചമിനെയും അനുഗ്രഹിക്കുന്നത് പോലെ അവർക്കും അങ്ങയുടെ മുഖം നൽകിക്കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ. നമുക്കറിയാം, യോസഫിൻ്റെ ഏറ്റവും അടുത്ത സ്വസഹോദരൻ എന്ന് പറയുന്നത് ബെഞ്ചമിനാണ്. റാഹേലിൻ്റെ 2 മക്കളിലെ പ്രധാനപ്പെട്ടവരാണ് നമുക്കറിയാം ജോസഫും ബെഞ്ചമിനും. അതിനുശേഷം മനാസയും എഫ്രായിമും ഉണ്ട്, അത് ജോസഫിൻ്റെ മക്കളുമാണ്. ഈ 3 പേർക്കും അങ്ങയുടെ തിരുമുഖം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അതിനുശേഷം സങ്കീർത്തനം ഇപ്രകാരം പറയുകയാണ്: അങ്ങയുടെ മുഖം കാണുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. അതിനുശേഷം സങ്കീർത്തനം ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങ് ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, നട്ടു, വളർന്നു, പരിപാലിച്ചു, അതിൽ ഫലങ്ങളുണ്ടായി. പക്ഷേ ദൈവമേ, അങ്ങ് എന്തിനാണ് ആ മുന്തിരിവള്ളി നട്ട പ്രദേശത്തുള്ള ആ ചെടിയുടെ ചുറ്റുമുള്ള മതിൽ തകർത്തത്? അതിനുശേഷം സങ്കീർത്തൻ പിന്നെയും വിലപിച്ചുകൊണ്ട് പറയുന്നു: ദൈവമേ, അങ്ങയുടെ തിരുമുഖം പ്രകാശിക്കണമേ, അതുവഴി ഞാൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ തിരുമുഖം ആവോളം ആസ്വദിച്ച മോശയ്ക്ക് ആ കർത്താവിൻ്റെ ദിവ്യ തേജസ് സമ്മാനമായി കിട്ടി, പ്രകാശം. ലേവ്യരുടെ പുസ്തകത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രകാശം കെട്ടുപോകരുതേ എന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സങ്കീർത്തകൻ പാടുന്നു: ദൈവമേ, അങ്ങയുടെ തിരുമുഖം ഞങ്ങളും കാണട്ടെ, അങ്ങയുടെ തിരുമുഖം കാണുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും. മോശയെപ്പോലെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയുടെ തിരുമുഖം കാണാൻ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. അതുവഴി അങ്ങയുടെ ദിവ്യ തേജസ്സിൻ്റെ ഒരംശം ഞങ്ങളുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കണമേ. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അധ്യായം 33. കർത്താവ് മോശയോട് കൽപ്പിച്ചു: നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക. ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. കാനാൻകാരെയും അമോര്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിച്ചു കളയും. തേനും പാലുമൊഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുശ്ശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും. അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു. ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു: നീ ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ ദുശ്ശാഠ്യക്കാരായ ഒരു ജനമാണ്. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി, നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും. നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുവിൻ. നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും. ഹോറേബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം
ആഭരണങ്ങൾ അഴിച്ചുമാറ്റി. പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരമടിക്കുക പതിവായിരുന്നു. അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു. കർത്താവിൻ്റെ ഹിതമറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു. മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നതുവരെ അവനെ വീക്ഷിച്ചിരുന്നു. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങിവന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘസ്തംഭം കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനമെഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുകയെന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുകയെന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ. എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം, എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല. അധ്യായം 34. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലക ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുൻപിൽ നീ സന്നിഹിതനാകണം. ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത്. മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയുമരുത്. മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലക മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റു കൽപ്പലകകൾ കയ്യിലെടുത്ത് സീനായി മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറയോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലം പറ്റെ കുമ്പിട്ടാരാധിച്ചു. അവൻ പറഞ്ഞു,
അങ്ങെന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഇന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കനാന്യരെയും ഹിത്യരെയും പെരീസ്യരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിക്കും. നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തീരും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അഷേരാ ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം. മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. എന്തെന്നാൽ അസഹിഷ്ണു എന്നു പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരുകയും ചെയ്തേക്കാം. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്നു വരാം. നിങ്ങൾക്കായി ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബു മാസത്തിൽ 7 നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. കാരണം അബീബു മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത്. ആദിജാതരെല്ലാം എനിക്കുള്ളതാണ്. ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എന്റേതാണ്. കഴുതയുടെ കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദിജാതരെയും വീണ്ടെടുക്കണം. വെറും കൈയോടെ ആരും എന്റെ മുൻപിൽ വന്നുകൂടാ. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യുക. 7-ാം ദിവസം വിശ്രമിക്കണം. ഉഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം. ഗോതമ്പ് വിളയുടെ ആദ്യഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം. വർഷാവസാനം സംഭരണ തിരുനാളും. വർഷത്തിൽ 3 തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഹാജരാകണം. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും. നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും. വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല. പുളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത്. പെസഹ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയുമരുത്. ഭൂമിയുടെ ആദിഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്തു പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു.
അധ്യായം 24. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ അഹറോൻ അത് സജ്ജമാക്കി വെക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത്. കർത്താവിന്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വെക്കണം. നീ നേരിയ മാവ് കൊണ്ട് 12 അപ്പം ഉണ്ടാക്കണം. ഓരോ അപ്പത്തിനും 10 2 ഏഫാ മാവ് ഉപയോഗിക്കണം. അവ 6 വീതം 2 നിരകളായി പൊന്മേശയിൽ വെക്കണം. ശുദ്ധമായ കുന്തുരുക്കം ഓരോ നിലയിലും വെക്കണം. കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാബത്ത് തോറും മുടക്കം കൂടാതെ അഹറോൻ അത് കർത്താവിന്റെ മുൻപിൽ ക്രമപ്പെടുത്തി വെക്കണം. അത് അഹറോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും. അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവന്റെ ശാശ്വതാവകാശവുമാണ്. ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരന് ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു. അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ പേർ ഷെലോമിത്ത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രിയുടെ മകളായിരുന്നു. അവർ അവനെ കർത്താവിന്റെ ഹിതമറിയുന്നതുവരെ തടവിൽ വെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്കു പറഞ്ഞവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോവുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവന്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തന്റെ പാപം വഹിക്കണം. കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിന്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം. ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ഇസ്രായേലിന്റെ ഉടമ്പടി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് 80-ാം സങ്കീർത്തനം. തിരുമുഖ പ്രസാദമാണ് സങ്കീർത്തകൻ തേടുന്നത്. ദൈവപ്രീതിയിലാണ് നമ്മുടെ രക്ഷയെന്ന ലളിത തത്വം നമുക്ക് മറക്കാതിരിക്കാം. പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസേക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ,
അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്ര നാളങ്ങ് കേൾക്കാതിരിക്കും. ഇസ്രായേലിന്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി, അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു. അങ്ങു ഞങ്ങളെ അയൽക്കാർക്ക് നിന്നാപാത്രമാക്കി. ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ചു ചിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കേണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഈജിപ്തിൽ നിന്നവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അതു നട്ടുപിടിപ്പിച്ചു. ഇസ്രായേലിന്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി, അത് വേരൂന്നി വളർന്നു. ദേശം മുഴുവനും പടർന്നു. അതിൻ്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിൻ്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരുക്കളും മൂടി. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. അങ്ങു തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നു കളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്കു തിരിയണമേ. സ്വർഗത്തിൽ നിന്നു നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ അങ്ങയുടെ വലത്തുകൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. അവരതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടി വീഴ്ത്തുകയും ചെയ്തു. അങ്ങയുടെ മുഖത്തു നിന്നു വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ. ഇസ്രായേലിന്റെ ഇടയനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ.
എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നൊരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്കു ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ, ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ, പ്രകാശിക്കണമേ.